മാത്യൂസ് മാർ ഇടപാനിയോസ് തിരുമനസ്സുകൊണ്ടും അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമനസ്സുകൊണ്ടും അഭിമന്യ സക്കറിയ മാർ അന്തോണിയോസ് തിരുമനസ്സുകൊണ്ടും അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് തിരുമനസ്സിനെയും ഇടവക വികാരിയും ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ കിട്ടിയിരിക്കുന്ന നാടൻ മുറിച്ച പിതാക്കന്മാർക്ക് ഇപ്പോൾ മലങ്കര സഭയുടെ കൊല്ലം ഭദ്രാസനത്തിന്റെ സ്കൂളിലെ കുട്ടികൾ അവരുടെ ബാച്ച് സെറ്റ് ജനറൽ സല്യൂട്ട് നൽകി അഭിനന്ദ പിതാവിനെ സ്വീകരിക്കുന്നു. എല്ലാ വിശ്വാസികളും ഈ ദേവാലയത്തിന്റെ അംഗന നൽകി പിതാക്കന്മാരെ സ്വീകരിക്കുന്നതും പ്രധാന കവാടത്തിലുള്ള നാട മുറിച്ച് അഭിമന്യ പിതാവ് ദൈവം ഇടവക വികാരി അഭിമന്യ
I
ബദലഹേം ആശ്രമം ബഹുമാനപ്പെട്ട ഡി മാത്യു തിരുവേനി, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ചന്ദ്ര സുരേന്ദ്രൻ, നമ്മുടെ സ്നേഹനിധിയായ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അടൂരിന്റെ ഓമനപുത്രനെങ്കിലും കോന്നി നിയോജക മണ്ഡലം അലങ്കരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് MLA, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏറത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ തരകൻ, അതോടൊപ്പം തന്നെ വേദിയിൽ നേതൃത്വത്തിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അനന്തമായ സന്തോഷത്തോടും അതോടൊപ്പം വളരെയധികം ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഈ മംഗളകരമായ ഒരു കർമ്മത്തിലേക്ക്, ദിവ്യമായ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെയൊക്കെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കി തന്ന ആ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നതോടൊപ്പം, ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇന്നും ഭൗമിക മനുഷ്യരിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവ്. ഇതെല്ലാം കൂടി ഒത്തിണങ്ങുന്നതാണ് ഇന്ന് നാം ഉദാശ ചെയ്ത് പരിശുദ്ധ പിതാക്കന്മാരുടെ തൃക്കരങ്ങളാൽ കൊല്ലം ഭദ്രാസന അധിപനും അതോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തമാരിൽ ഒരാളും, അതിലുപരി കൊല്ലം ഭദ്രാസനത്തെ തൻ്റെ കൺമണി പോലെ കാത്ത് സംരക്ഷിച്ച് ഇന്നയോളം വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ അഭിമന്യ തിരുമനസ്, ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം 2004 ജനുവരി 26-ാം തീയതി 4 മണിക്ക് മലങ്കര സഭയുടെ സൂര്യതേജസ്സെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദ്വിതീയൻ കാതോലിക് ബസേലിയോസ് മാർത്തോമ മൈത്തീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ തൃക്കരങ്ങളാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ടപ്പോൾ അതിൽ സഹകാർമ്മികത്വം വഹിച്ചുവെന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഓരോ നിമിഷവും വേണ്ടതായ നിർദ്ദേശങ്ങളും അതോടൊപ്പം ഓരോ സാഹചര്യത്തിലും വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും തന്ന് നമ്മെ സഹായിച്ച, നമ്മെ സ്നേഹിച്ച ആ അഭിമന്യ എപ്പിഫാനസ് തിരുമേനിയോടുള്ള തിരുമേനിയെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഹാർദവുമായി സ്നേഹത്തോടെ ആദരവോടെ സഹർഷം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ ദാർശനിക മെത്രാപ്പൊലീത്തമാരിൽ ഒരാളായ കണ്ണനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്ത
തോമസ് മാർ അത്താനിയോസ് തിരുമേനി. നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ചു കാണും, മറ്റൊന്ന് രണ്ട് തിരുമേനിമാരോട് എഴുന്നള്ളുവാനുണ്ട്. എങ്കിലും അത്താനിയോസ് തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ഏറ്റാൽ അത് ആ കൃത്യസമയം കൃത്യനിഷ്ഠയോടുകൂടി ഡിസിപ്ലിൻ പാലിച്ച് പ്രോഗ്രാം, ഏത് പ്രോഗ്രാമായാലും, ക്ലാസ് ആയാലും അതുപോലുള്ള ഏത് പൊതുസമ്മേളനങ്ങളായാലും കൃത്യസമയത്ത് എത്തിച്ചേരുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് പിതാവിൻ്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ്. ആ മലങ്കര സഭയുടെ പിതാവിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ സ്നേഹത്തോടെ താഴ്മയോടെ ഹാർദവുമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഈ മർത്തശ്ശൂന്യ ദേവാലയത്തിലെ പൂദാശയോടനുബന്ധിച്ചുള്ള ഈ പൊതുസമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അന്തോണിയോസ് തിരുമേനി ഏറെ താമസിക്കാതെ തന്നെ ഇവിടെ എഴുന്നള്ളും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അഭിനയ പിതാക്കന്മാരെയും നിങ്ങൾ അവരുടെ അസാന്നിധ്യത്തിൽ പോലും നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുമായിരുന്നു. പേര് പറയും, ജയിച്ചിട്ട് പോകും, പിന്നെ അവരെ കാണുകയും പിന്നെ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴേ അവരെ കാണാൻ. ആ ഒരു രീതി നമ്മുടെ പ്രദേശത്ത് മാറ്റി തന്നതാണ് ശ്രീ ചെങ്ങറ സുരേന്ദ്രനും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഏതൊരു സാഹചര്യത്തിലും എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും ജനങ്ങളോടൊപ്പം, അത് പാർട്ടിയുടെ ഡിസിപ്ലിനോ മറ്റൊന്നും അല്ല അവിടെ നോക്കുന്നത്. ജനങ്ങളൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു, സഹർഷം അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു ജനകീയ നേതാവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യവും അത് തന്നെയാണ്. ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സമ്മേളനത്തിലേക്ക് കടന്നു വന്നു. ശ്രീ MP എല്ലാവരുടെയും നാമത്തിൽ സ്നേഹത്തോടെ നമ്മുടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇതോടൊപ്പം നമ്മുടെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജന്മം കൊണ്ട് തിരുവഞ്ചൂരാണെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം അടൂരിൻ്റെതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ അടൂരിൽ പോകുമ്പോഴേ ഒരു കൊച്ചു കുട്ടിയെ കണ്ടാൽ പോലും സലാം കൊടുത്തിട്ടാണ്. കൊച്ചു കുട്ടികൾക്കും അത് വളരെ സന്തോഷം. ആ ഒരു രീതി വളരെ സ്നേഹത്തോടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ പൊതുവേദിയിലേക്ക്, പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ MLA അടൂർ പ്രകാശ്, അടൂരെല്ലാം കൊണ്ടും വളരെ ഭാഗ്യമാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലം 2 മന്ത്രിമാരാണ്, ഒന്ന് വെള്ളവും ഒന്ന് ഭക്ഷ്യവും. അടൂരിൽ ഒരിക്കലും ക്ഷാമം ഉണ്ടാകരുത് എന്ന് ദൈവവും ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ രണ്ടുപേരും ഇത് രണ്ടും കൂടെ തന്നെ ഏറ്റെടുക്കും. ശ്രീ അടൂർ പ്രകാശ് MLA കോന്നിയിലാണ് അദ്ദേഹത്തെ MLA ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിലും നമ്മുടെ അയൽവാസി, ഈ ദേവാലയത്തിൻ്റെ നൈവർ, എല്ലാ കാര്യങ്ങളും നമ്മോടൊത്ത് സഹകരിക്കുന്നു. നമ്മുടെ MLA അടൂർ പ്രകാശിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ തറയനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഈ ദേവാലയ കൂദാശയുടെ സമയം അടുത്ത് വരുന്നുണ്ട്, ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറയുകയുണ്ട്. ഈ ദേവാലയത്തിൻ്റെ
ഫ്രണ്ടിലേക്കുള്ള റോഡ് ശ്രീ മോഹൻദാസ് ഒരു സമയത്ത് കുറച്ച് ചെയ്തു വെച്ചതാണ്. അതിനുശേഷം ഒരനക്കവും ഇല്ലായിരുന്നപ്പോൾ നമ്മുടെ ഏറത്ത് പഞ്ചായത്ത് പ്രസിഡന്റായ നമ്മുടെ ഇടവക അംഗമായ മലങ്കര സഭയുടെ അഭിമാന പാചകമായ ശ്രീമതിയോട് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് റോഡ് വൃത്തിയാക്കി തരണം. കൃത്യസമയത്തെയാണ് ഉദാസിക്ക് ഏതാണ്ട് 1 മാസം മുമ്പ് പറഞ്ഞതിലപ്പുറമായിട്ട് പള്ളിയുടെ 4 വശത്തേക്കുമുള്ള റോഡ് വളരെ കൃത്യമായിട്ട് വൃത്തിയാക്കി. വളരെ സന്തോഷം. ചെയ്ത സേവനത്തിന് വളരെ നന്ദി. ശ്രീ മറിയാമ്മത്തരങ്ങിനെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ശ്രീ മോഹൻദാസൻ ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചുവല്ലോ, താഴ്മയും വിനയവും എവിടെയുണ്ടോ അവിടെ ഉയർച്ചയും അതിൻ്റെ പ്രതീകമാമോ. എവിടെ പോയി നിന്നാൽ, സ്വദേശത്ത് പോയാൽ, വിദേശത്ത് പോയാൽ, മറ്റേടത്ത് ചെന്നിരുന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ കൈപിടിക്കും. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയായിരുന്നെങ്കിൽ പ്രാവശ്യം അദ്ദേഹം മണക്കാതെ പോയി. ജനങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീ മോഹൻദാസിനെ സ്നേഹത്തോടെ നമ്മുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അപ്രലിയത്ത് ശാന്തകുമാരി കൃത്യസമയത്ത് തന്നെ എത്തുമെന്നാണ് അറിയുന്നത്. നമ്മുടെ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലെല്ലാം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി അപ്രലിയത്ത് ശാന്തകുമാരിയെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ PJ അലക്സാണ്ടർ, അദ്ദേഹം മാർത്തോമാ സഭ അംഗമാണെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൻ്റെ ഉറ്റമിത്രമാണ്, സ്നേഹിതനാണ്, ബന്ധുവാണ്. ഈ ദേവാലയത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സേവനം വളരെയേറെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ കൊല്ലം ഭദ്രാസന സെക്രട്ടറി KT വർഗീസ് അച്ഛൻ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ വന്യ വൈദിക ശ്രേഷ്ഠര്, കടന്നു വന്നിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, സാമൂഹ്യ പ്രവർത്തകര്, സ്നേഹിതര്, ചാർച്ചക്കാര്, ദൂരെ ജാതിയിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ താഴ്മയോടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് തകർച്ച സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അഭ്യുന്ന പിതാക്കന്മാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും വളരെ സഹൃദയരായ നമ്മുടെ നാട്ടുകാരുടെയും എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിച്ച എൻ്റെ ഇടവകങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരുടെയും മുൻപാകെ ഞാൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഉദ്ധരിക്കുക. സങ്കീർത്തനങ്ങൾ 118:21 പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതെ, എനിക്കും അതാണ് പറയാനുള്ളത്. എൻ്റെയും നിങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ സസൂക്ഷ്മം ഇത് ശ്രദ്ധിക്കുക, ഞങ്ങളോട് സഹകരിക്കുക. അടൂർ കിളിവേൽ മർത്തശ്മൂനി ദേവാലയവും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും വൃഥാവായില്ല. നമ്മോട് കരുണ കാണിച്ച കാരുണ്യവാനായ ദൈവത്തിന് 1000 സ്തോത്രം കരയട്ടെ. ആദിമകാലത്ത് കിളിവേലിലെ ക്രൈസ്തവ കുടുംബാംഗങ്ങൾ കടമ്പനാട് ദേവാലയത്തിലും തുടർന്ന് അടൂർ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലും പോയി ആരാധനയെ സംബന്ധിച്ചിരുന്നു. എന്നാൽ കിളിവേലിൽ ഒരു ദേവാലയം ആവശ്യമാണെന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തൽഫലമായി 1929-30 കാലഘട്ടത്തിൽ
പാനുവേൽ കൊച്ചുമാത്യു എന്ന് വിളിക്കപ്പെടുന്ന മാത്യു മുതലാളി പള്ളിപ്പണിക്കുള്ള സ്ഥലം ദാനം ചെയ്തു. കേവലം 10-11 കുടുംബങ്ങൾ മാത്രമായി മുളയും ഓലയും കൊണ്ട് ഒരു കൊച്ചു ദേവാലയം പണി. അടൂരിൽ നിന്ന് 4 കിലോമീറ്റർ തെക്ക് മാറി പ്രകൃതി രമണീയമായ നെൽപ്പാടങ്ങളുടെ മുകളിലായി അടൂർ മത്തശ്മോനി പള്ളി എന്ന പേരിൽ സ്ഥാപിതമായ ദേവാലയം കൊല്ലം ഭദ്രാസനത്തിൽ അക്ഷരക്രമത്തിൽ 2ാമതായി സ്ഥാനം നേടി. കടമ്പനാട് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ദേവാലയത്തിന്റെ റൂഫ് വർക്ക്, ഗ്രിൽ, ഷട്ടർ എന്നിവയുടെ ജോലികൾ സ്ലീബ സ്റ്റീൽ ഇൻഡസ്ട്രീസ് സേനാത്ത് ശ്രീ സ്ലീബ കുട്ടിയുടെ ചുമതലയിൽ നടത്തപ്പെട്ടു. ഇലക്ട്രിക്കൽ ജോലികൾ ആനന്ദപ്പള്ളി AR ഇലക്ട്രിക്കിനെയും, ആർട്ട് വർക്ക് ആറ്റിങ്ങൽ ശ്രീമൺ കിരണിനെയും, പെയിന്റിംഗ് ശ്രീ ഗോപിയെയും, ഫാബ്രിക്കേഷൻ പ്രവർത്തനങ്ങൾ ഈ ഇടവയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. അച്ഛൻ ചെയ്ത സേവനങ്ങൾ ഈ തലമുറയ്ക്കും വരും തലമുറകളും എക്കാലവും നന്ദിയോടെ സ്മരിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും സർവശക്തനായ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച ജനറൽ കൺവീനർ, ട്രസ്റ്റി, സെക്രട്ടറി, കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവാംഗങ്ങൾ, ദേശനിവാസികൾ, ദേശത്തിലെ സകല ആൾക്കാരും തുടങ്ങി സകലരോടുള്ള നന്ദി അറിയിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന് ലഭിച്ച ദൈവവിവരണമാണ്. കേവലം ഞാൻ പറയുന്നില്ല, സ്വന്തം ചെലവിലും അല്ലാതെ ഇവിടെ ഈ കൂദാശിക്ക് വന്നു വരുന്നവരും അവരോടുള്ള അതീതമായ കടപ്പാട് ഞങ്ങൾക്കുണ്ട്. അത് ഇടവകയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ദേവാലയ നിർമ്മാണത്തിൽ ലഭിച്ച ദൈവകൃപ വർണ്ണനാതീതമാണ്. കേവലം 90 വീട്ടുകാർ മാത്രം, 48 വീതിയുണ്ട്. ഒരേ സമയം 800 പേർക്ക് സൗകര്യപ്രദമായി ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിന് 50 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. ഈ ദേവാലയത്തിന്റെ കൂദാശകർമ്മം നിർവഹിക്കപ്പെടുന്നതിലൂടെ ഇടവയുടെ ചെലവുകളുടെ ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. സ്നേഹസമ്പന്നരായ ഇടവകങ്ങൾക്കും നാട്ടുകാർക്കും സകലവിധ നന്മയും നേർന്നുകൊണ്ടും സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഇടവയുടെ കാവൽ മാതാവായ മുത്തശ്ശൂനി അമ്മയുടെയും മക്കളുടെയും മധ്യസ്ഥലെ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയ നിർമ്മാണ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് നമസ്കാരം, നന്ദി. അടൂരിന്റെ താങ്കളുടെ നേതൃത്വത്തിൽ ഈ ഇടവകയ്ക്ക് ചെയ്തു തന്ന എല്ലാ പ്രവർത്തനത്തിനും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉദ്ഘാടകനായ അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടെ സന്നിധരായിരിക്കുന്ന പ്രിയങ്കരായ MLA-മാർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, അടൂർ പ്രകാശ് അവർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ MP അവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ആശംസാ പ്രസംഗരായി കടന്നു വന്നിട്ടുള്ളത് വൈദിക സഹോദരങ്ങളും സന്നിധരായിരിക്കുന്ന വൈദിക സഹോദരങ്ങൾക്കും വിശ്വാസികളുടെ സമൂഹത്തിനും സ്നേഹമൊന്നും അർപ്പിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇന്ന് അടൂരിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരമായ ഒരു ഉത്സവ പ്രതീതിയാണ് നൽകുന്നതെന്ന് എനിക്കറിയാം. മഹാപരിശുദ്ധിയായ മത്തശ്മനി അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം അനുസരിച്ച് ക്രമീകരിച്ചിട്ട് ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുവാനായിട്ട് നേതാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി അതിൻ്റെ പ്രാരംഭമായിട്ട് ഒരു പൊതുസമ്മേളനം കൊണ്ടിരിക്കുന്ന അവസ്ഥയാണത്. ദൈവം നമ്പുരാൻ നമ്മളെ വഴി നടത്തുന്നു, എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. 2 വർഷം കൊണ്ട് ഇതിന് ദേവാലയം പണി പൂർത്തിയാക്കുന്നതിനും പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതിനും ഈടവജനങ്ങൾക്ക്, ഇതിലെ അഭ്യുതകാംക്ഷികൾക്ക് ഒരു ദേവാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ പുതുവർഷം ആരംഭം തുടങ്ങിയിരിക്കുന്നു. ഇനി എത്ര കാലം ദൈവം നിശ്ചയിക്കുന്നു അതുവരെ ഈ ഇടവക അനുഗ്രഹകരമായ ആരാധനയും സുവിശേഷ പ്രസംഗങ്ങളും സേവനമാർഗങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ നിത്യസാക്ഷിയായി തീരുമെന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ഈ മത്തശ്മനി ഇടവകയുടെ ചുമതലയിൽപ്പെട്ടതും അതിന് ഭരണത്തിനനുസൃതമായും ഭദ്രാസനത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയ വരുമാനത്തിൽ ഒരു ഭാഗമെങ്കിലും ദുർബല വിഭാഗത്തിന് സഹായമായി വർദ്ധിപ്പിക്കാൻ തക്കോണം ചുമതലക്കാര് വേദനിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ മാത്യൂസ് മാർ എപ്പിഫാനോസ് തിരുമേനി, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന സ്ഥലത്തെ MP ആരാധനായ
ചെങ്ങര സുരേന്ദ്രൻ, ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ അടൂർ പ്രകാശ് MLA, വിശിഷ്ട അതിഥികളെ, വന്യരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദേവാലയം പണിതിട്ട് 10-70 വർഷം കഴിഞ്ഞപ്പോൾ മനോഹരമായി പുതുക്കി പണിയുവാനുള്ള ശ്രമം ആരംഭിച്ചു. ഇത് വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ തീർത്ത് ഇന്ന് അതിൻ്റെ സമർപ്പണ ശുശ്രൂഷ നടക്കുകയാണ്. വ്യത്യസ്തമായ മതങ്ങൾ ഒന്നിച്ച് നിലനിൽക്കേണ്ട സാഹചര്യത്തിൽ ഒരു മതത്തോട് മറ്റു മതം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം, യഹൂദന്മാർ യവനന്മാർക്ക് കീഴ്പ്പെട്ടതോടുകൂടി യഹൂദന്മാർക്ക് മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇതൊരു സംസ്കാരത്തിൻ്റെ അധീശത്വമാണ്. യവന സംസ്കാരം യഹൂദ സംസ്കാരത്തെ അംഗീകരിക്കാത്തൊരു പശ്ചാത്തലമാണ്. ഇത് ഒരു സാംസ്കാരിക സംസ്കൃതിയുടെ സംഘർഷവും ഈ കഥയിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഒരു രാജ്യം പിടിച്ചെടുത്ത അധീശത്വ ശക്തി വിധേയമായ രാജ്യത്തോടെതിരെ തിരിയുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനി തുടരും എന്നാണ് പലരും പറയുന്നത്. 1990-കളിൽ തുല്യത വിട്ടുകളഞ്ഞുകൊണ്ട് ദാസവേഷമെടുത്തുവെന്ന്. അവകാശങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു സമൂഹമല്ല, അധികാരങ്ങൾക്ക് വേണ്ടി അസഹിഷ്ണുത കാണിക്കുന്ന ഒരു സമൂഹവുമായിട്ടല്ല ക്രൈസ്തവ നിലനിർത്തുവാനുള്ള ഒരു ബാധ്യത ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ടല്ല ക്രൈസ്തവ സഭയ്ക്ക് സമൂഹത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിളിയുമായിട്ട് ബന്ധപ്പെട്ട, തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉള്ള ആ വൈവിധ്യം അംഗീകരിക്കുന്ന, ആ വൈവിധ്യത്തെ ആദരപൂർവ്വത കൂടി ഈ ദേവാലയത്തിന് ചുറ്റുപാടും ഇതിനുമായി സഹകരിക്കുന്നവർ കണ്ടുകൊണ്ട് ഭാവിയിലേക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയുവാനുള്ളത്. വളരെ പരിമിതമായ സമയത്ത് ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ക്രൈസ്തവ സമൂഹം ഇന്ത്യയിൽ, കേരളത്തിലെ ഒരു ചെറിയ സമൂഹമാണെങ്കിൽ ഇവിടുത്തെ വൈവിധ്യവും മതനിരപേക്ഷതയും നിലനിർത്തി ഒരു യഥാർത്ഥ സമൂഹം ആയി അതിൻ്റെ എല്ലാ ആരംഭിക്കുകയാണ്. ഈ ദേവാലയത്തിന് എല്ലാ ആശംസകളും ഇതിന് ആധ്യാത്മികവും മതപരവുമായ, അതുപോലെ തന്നെ ഈ ഒരു സെക്കുലർ സമൂഹത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്ന ഒന്നായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. പിതാവ് ഇപ്പോൾ ഭദ്രദീപം കൊളുത്തി നമ്മുടെ ഇടവകയിലും ദേശത്തിലും പൂജനീയമായി തെളിഞ്ഞു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കൊയർ വിളിവ് നിറഞ്ഞ ഒരീശോ എന്നുള്ള പാട്ട് പാടും. ആ സമയത്ത് എല്ലാവരും ആ പാട്ട് ചൊല്ലേണ്ടുന്നതും അഭിമന്യ പിതാക്കന്മാർ ഇപ്പോൾ ഭദ്രദീപം കൊളുത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. ും
ഉത്തരവാദിത്വബോധം നിലനിർത്തുന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമെന്നും മതേതര സമൂഹമായി ക്രൈസ്തവ സഭ വളരുമ്പോഴാണ് ദേവാലയ ശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമാകുന്നത് എന്നും കൽപ്പിച്ചതിന് ഞങ്ങളെ അനുഗ്രഹിച്ച അഭിമന്യ മൗറത്താനാസ്യോസ് തിരുമനസ്സിന് ഇടവകയുടേതായ നന്ദി. മലങ്കര സഭയുടെ കൊല്ലം ഭദ്രാസനത്തിന്റെ പൊന്നോമന പുത്രനും കൊച്ചി ഭദ്രാസനത്തിന്റെ അധിപനുമായ മലങ്കര സഭയുടെ അഭിമാനമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിരിയൻ തിരുമനസ്സിനാൽ സ്ഥാപിതമായ അടൂർ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ജോൺ ജോർജ് സാറിനെ ഇപ്പോൾ ബൊക്കെ നൽകി സ്വീകരിക്കും. കൊല്ലം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട KT യോഗീസ് അച്ഛനെയും ഇപ്പോൾ ബൊക്കെ നൽകി സ്വീകരിക്കുന്നു. ചെങ്ങമനാട് ആശ്രമ അംഗവും കൊല്ലം ഭദ്രാസന വൈദികരുടെ ശ്രേഷ്ഠ ഗുരുവുമായ ബഹുമാനായ സോളമൻ റബാച്ചിനെയും ഇപ്പോൾ ബൊക്കെ നൽകി സ്വീകരിക്കും. യോഗാധ്യക്ഷനായ അഭിമന്യ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ തോമസ് മാർ അത്താനീസിയോസ് തിരുമേനി, നമ്മുടെ ഈ യോഗത്തിൽ എഴുന്നള്ളി സന്നിഹിതനായിരിക്കുന്ന കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധിപൻ സക്കറിയാസ് മാർ അന്തോനിയോസ് തിരുമേനി, നമ്മളുടെ ഈ ദേശവാസിയും മുൻ മന്ത്രിയുമായ ശ്രീ അടൂർ പ്രകാശ് MLA, നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ അവർ, നമ്മളുടെ സോളമൻ എറമ്പച്ചൻ, ഇടവക സെക്രട്ടറി, നമ്മളുടെ ഭദ്രാസൻ സെക്രട്ടറി വർഗീസ് അച്ഛൻ, നമ്മളുടെ കള്ളോട്ടുപള്ളിയിലെ അച്ഛൻ AL തോമസ് അച്ഛൻ,
ബഹുമാനപ്പെട്ട ജോണൻ ജോർജ് സാർ, സ്നേഹനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയമ്മ തരകൻ ടീച്ചർ, പ്രിയപ്പെട്ട ശ്രീ മോഹൻദാസ്, സ്നേഹമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് മുതലാളി അവർ, ഇതെല്ലാം ഉപരി ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നോക്കുന്ന നമ്മളുടെ ബഹുമാന്യനായ ജോജി കെ ജോയി അച്ഛൻ, പ്രിയപ്പെട്ട ശ്രീ ബാബു, ഈ വേദിയിലുള്ള നമ്മുടെ ബഹുമാന്യരായ വിശിഷ്ടാതിഥികളായ സംപൂജ്യരായ വൈദിക ശ്രേഷ്ഠരി, പ്രിയപ്പെട്ട ജോണം ജോർജ് ഇട്ടി സാർ, മറ്റ് സഹോദരങ്ങളെ, സഹവിശ്വാസികളായ അമ്മമാരെ, സഹോദരിമാരെ, സ്നേഹിതരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല. അന്തോണിയോസ് തിരുമേനി ഇനി സംസാരിക്കാനിരിക്കുന്നു. വിശിഷ്ടാതിഥികൾക്ക് എല്ലാവർക്കും ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. ഞാനപ്പോൾ ഒരു സ്മരണീയ പ്രകാശനം ചെയ്തുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേരുമ്പോൾ ഞാൻ ആദ്യം കണ്ട ഈ മർത്തശ്മനി പള്ളിയെക്കുറിച്ച് ഒരു നിമിഷമൊന്നായി ആലോചിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ ചെറിയ ഒരു പള്ളി, അവിടെ നിന്നാണ് ഈ വലിയ ദേവാലയമാക്കി ഇതിനെ മാറ്റിയത്. അതിന് മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഇടവക അംഗങ്ങളെയും അവർക്ക് നേതൃത്വം കൊടുത്ത നമ്മളുടെ മാത്യൂസ് അച്ഛനെയും അതിനെല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും ഉണ്ടാക്കിയ മുഴുവൻ ആളുകളെയും ഞാൻ ഈ ദേശത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം അത് പ്രകാശനം ചെയ്യുന്നതുമാണ്. എല്ലാവർക്കും കൈയടിച്ച് ഈ പ്രോഗ്രാമിലേക്ക് ഏകദേശം 1/2 കോടിയോളം രൂപയുടെ അടുത്ത് വരുന്ന തുകയിൽ ഈ ഇടവകയുടെ നിർമ്മാണങ്ങളുടെയും എല്ലാ പ്രവർത്തനത്തിലെയും ശ്ലാഘിക്കുന്നു. ഇപ്പോഴ് ഇടവക കൊടുക്കുന്ന സാധുജന സഹായ വിതരണത്തിൽ പങ്കാളിയായി അഭിമന്യ പിതാവ് മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ പിതാവ് ഡോക്ടർ തോമസ് മാർ അത്തനാസ്യോസ് തിരുമേനി, വേദിയിൽ സന്നിധനായിരിക്കുന്ന അഭിമന്യ പിതാവ് സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിമാരായിട്ടുള്ള ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീമാൻ അടൂർ പ്രകാശ് MLA, ബഹുമാനപ്പെട്ട കൊല്ലം ഭദ്രാസന സെക്രട്ടറി, ഇത് മാനവരാശിയുടെ സമാധാനത്തിന് ഈ ദേവാലയത്തിന് കഴിയട്ടെ. മനോഹരമായ ദേവാലയം നിർമ്മിക്കുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇടവക, നാം അധിവസിക്കുന്ന ഈ സമൂഹത്തിൽ സഹജീവികളെ തിരിച്ചറിയുവാൻ അത്തരത്തിലുള്ള ഒരു മഹനീയമായ കർമ്മത്തിനാണ് ഈ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദേവാലയത്തിന്റെ ഉദാശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സമ്മേളനം മനോഹരമാണ്. ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയ എല്ലാവരെയും വ്യക്തിപരമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ക്ഷണിച്ചു നിങ്ങൾക്ക് എന്റെ ഈ ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മാരകമായി 75 പേർക്ക് സാധുജനങ്ങളെ സംരക്ഷിക്കുവാനായിട്ടുള്ള മഹത്വമുണ്ടായിരിക്കും. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അഭിനന്ദനായ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിനന്ദനായ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി, നമ്മുടെ MP ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ, ബഹുമാന്യരായ MLA മാർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ അടൂർ പ്രകാശ്, ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സണായിരിക്കുന്ന ശ്രീമതി ശാന്തകുമാരി, ആദരണീയരായ
ആശംസാ പ്രസംഗരെ, വന്ദ്യനായ അമ്പാച്ചൻ, വന്ദ്യനായ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വലിയ കൃപയാൽ പുതിയൊരു ദേവാലയം ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ പഴയ ചെറിയ ദേവാലയം ഉണ്ടായിരുന്നു. 1973 മുതൽ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ ബാവാതിമയോടൊപ്പം അന്നത്തെ കൊല്ലം ഭദ്രാസനത്തിലെ, ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, മാവേലിക്കര, ചെങ്ങന്നൂരിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ പള്ളികളിലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ മനുഷ്യൻ എപ്പോഴാണ് സാധുവാകുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകാരനാകുന്നത്, കഷ്ടപ്പാടുകാരാകുന്നത് എന്ന് അറിയുന്നില്ല. ധനത്തിന്റെ പഴയ കാലത്തെ പേര് ചക്രമെന്നാണ്. വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു. ഇപ്പോൾ ശ്രീമതി അമ്മിണി ഇടവക്കോണത്ത് അഭിനയ പിതാവിൽ നിന്നും ഈ സർജന സഹായ വിതരണത്തിന്റെ സഹായധനം ഏറ്റുവാങ്ങുന്നതാണ്. ഇന്നലകളുടെ നന്മകളാണ് അഭിനന്ദ ഉദ്ഘാടകൻ അഭിനന്ദനായ ഡോക്ടർ തോമസ് മാർ അത്തനാസിയസ് തിരുമേനി, അഭിനന്ദനായ സക്രിയാസ് മാർ അന്തോനിയാസ് തിരുമേനി, ബഹുമാന്യനായ നമ്മുടെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, ബഹുമാനായ നമ്മുടെ MP ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ അവർ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മറിയാമ്മ തരവി, സെന്റ് സെലസ് കോളേജിന്റെ പ്രിൻസിപ്പൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രൊഫസർ ജോൺ ജോർജ്, പ്രിയപ്പെട്ട ശ്രീ അടൂർ മോഹൻദാസ്, പ്രിയമുള്ള അഭിനന്ദനായ സോളമൻ ഡബ്ബാച്ചൻ, ഈ ഇടവകയുടെ വികാരി റവറൻഡ് ഫാദർ ഡി മാത്യു അവർ, പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് മന്ത്രം, പ്രിയമുള്ള ബാബുച്ചായ, ഈ വേദിയിലെ അഭിനന്ദനായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യനായ എൻ്റെ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ കൂദാശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകിയതിനുള്ള സന്തോഷവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുകയും, എൻ്റെ ചെറുപ്രായം മുതൽ ഈ ദേവാലയത്തിൽ പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്വയം സഹായ വിതരണം, തൊഴിൽ സഹായ വിതരണം, സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് ഒരു തൊഴിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിലൂടെ ജീവിതം നയിക്കുവാനുള്ള ഒരു പങ്കാളിത്തം ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം അവർക്കൊക്കെ കഴിയട്ടെ എന്ന് മാത്രം ആശംസകൾ നേർന്നുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയ തൊഴിൽ സഹായ വിതരണം നിറവേറ്റുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകുവാൻ ദൈവം തരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇപ്പോൾ ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് MLA 3 പേർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്നതാണ്. റൂബി തെങ്ങുവിളയിൽ, മണി ഇടച്ചേരി മലയിൽ, മോളി പുത്തൻവിളയിൽ, കായലിക്കോണത്ത് എന്ന 3 പേർക്ക് ഇപ്പോൾ തൊഴിൽ സഹായം വിതരണം ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട ജോർജ് ചെറിയനച്ഛൻ, രവി, 20 അച്ഛൻ ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 2 വർഷക്കാലമായി 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 2 വർഷക്കാ
ഇടവകാംഗങ്ങളെ ഉദ്ബോധിപ്പിച്ചത് അനുസരിച്ച് അന്ന് മുതൽ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ദശാംശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഇടവകാംഗങ്ങൾ മാറ്റിവെക്കുകയും ആദർശ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. അതിനുവേണ്ടി ഇടവകാംഗങ്ങളെ ഉദ്ബോധിപ്പിച്ച, അവരെ നയിച്ച ബഹുമാനപ്പെട്ട ജോർജ് ചെറിയാനച്ഛനോട് ദേവാലയത്തിന്റെ പൂർത്തീകരണം നടന്ന സ്ത്രീയുടെ ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യനായ എപ്പിഫാനിയോസ് തിരുമേനി, അഭിമന്യനായ അത്താനാസിയോസ് തിരുമേനി, അഭിമന്യനായ അന്തോണിയോസ് തിരുമേനി, ബഹുമാന്യനായ നമ്മുടെ MP ശ്രീ ചെങ്കറ സുരേന്ദ്രൻ, നമ്മുടെ MLA ബഹുമാന്യപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ MLA ശ്രീ അടൂർ പ്രകാശ്. വളരെ പെട്ടെന്ന് അവസാനിക്കും. അതുകൊണ്ട് ഈ മീറ്റിംഗ് അവസാനിക്കാതെ ആരും പോകരുതെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ആദ്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മനോഹരമായൊരു ദേവാലയം പൂർത്തീകരിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച ഈ ഇടവകാരി ബഹുമാനപ്പെട്ട മാത്യുസത്തിനെയും, അതുപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി കൺവീനറായ ശ്രീ തോമസ് മുതലാളിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെയും, പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും, അതുപോലെ ഇടവക്കാരെയും ഭദ്രാസനത്തിന്റെ പേരിൽ ആത്മാർത്ഥമായി അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ മുകളിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ കുരിശാണ്. നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോയാലും ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായ അഭിമന്യ തിരുമേനി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP ഒക്കെ പറഞ്ഞത് അത് തന്നെയാണ്. പ്രതിബദ്ധതകൾ നിറഞ്ഞാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഈ ക്രൂശ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നതും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. യേശു തമ്പുരാൻ കുരിശിൽ മരിച്ച സമൂഹത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഭവന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. സാമൂഹിക പ്രതിബദ്ധതയാണ് ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച കൊല്ലം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട KT വർഗീസിനോടുള്ള എല്ലാ നന്ദി. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൊല്ലം ഭദ്രാസനാധിപൻ അഭിമന്യ മാത്യൂസ് എപ്പിഫാനിയോസ്, ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനിയോസ് തിരുമനസുണ്ട്, അഭിമന്യ സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമനസ്, ഇവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറിയൊരു സമൂഹം വളരെ മനോഹരമായി ഒരു ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വളരെ സ്വന്തമായി നമ്മുടെ കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മാത്രമാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയും നല്ലൊരു ദേവാലയം പണിതുയർത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, പലരും ചോദിക്കും, ഇത്ര വലിയ പള്ളി എന്തിനാണ് പണിയുന്നത്, പള്ളിയിലാണോ ദൈവം ഇരിക്കുന്നത് എന്നൊക്കെ. അങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നില്ല. പക്ഷെ ഒന്നറിയാം, നല്ലൊരു ദേവാലയം, നല്ലൊരു അന്തരീക്ഷം, നമുക്ക് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഇതിന്റെ എല്ലാം മുൻപിൽ, ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ച ഇതിന്റെ മുഴുവൻ ഇടഭാഗങ്ങളെയും സഭാംഗങ്ങളെയും ദേശവാസികളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ ദേവാലയം നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് പള്ളി ഓഫീസിൽ നിന്നും അത് ഏറ്റുവാങ്ങാവുന്നതാണ് എന്നത് പറയുക. യഹോവയ്ക്ക് ഒരാലയം ഉണ്ടാക്കുന്നത് വരെ ഞാൻ എന്റെ കൂടാരത്തിൽ പാർക്കുകയില്ല എന്ന് പറഞ്ഞ ദാവീദിനെ പോലെ യഹോവയുടെ ആലയമായി ദൈവസാന്നിധ്യമുള്ള സ്ഥലമായി മാറുവാൻ കിളിവേൽ മർത്തസ്മിനി ഇടവയ്ക്ക് വേണ്ടി പുതുതായി പണി കഴിപ്പിച്ച ഈ അതിബൃഹത്തായ ദേവാലയത്തിന്റെ
കൂദാശ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അടൂർ സെന്റ് മേരീസ് ഇടവകയുടെ എല്ലാവിധമായ ഹൃദയംഗമായ ആശംസകളും മംഗളങ്ങളും ആദ്യമേ തന്നെ ആശംസിച്ചു കൊള്ളട്ടെ. നമുക്ക് എത്രയും വേഗം ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദീർഘമായി സംസാരിക്കാനായിട്ടുള്ള അവസരമില്ല. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട 2 ദിവസങ്ങളാണ് ഇന്നും നാളെയും. കാരണം അവരുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു ദേവാലയം അതിന്റെ പണി പൂർത്തീകരിച്ച് മഹാപുരോഹിതന്മാരാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ആരാധനയ്ക്കായി അവർക്ക് തുറന്ന് കിട്ടുകയാണ്. അദ്ദേഹത്തോടുകൂടി വേണം ഈ പുതിയ ദേവാലയത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാലെടുത്ത് വെക്കുവാൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്, ഈ ദേവാലയം പരിശുദ്ധിയായ മർത്തശ്മിനി അമ്മയുടെയും അമ്മയുടെ സഹോദരന്മാരായി തീർന്ന 7 മക്കളുടെയും അവരുടെ ഗുരുവായ ഈരവും മാത്രമാണ്. ഓടി നടന്ന് വിശപ്പും ദാഹവും എല്ലാം മറന്ന് ഓടി നടന്ന് ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആവശ്യമായ നേതൃത്വം നടത്തി അദ്ദേഹം അപ്പോഴൊക്കെ സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ആകുന്ന വിധത്തിൽ അദ്ദേഹത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞ ഈ നേട്ടം ചെറുതല്ല. ഇത് വൃത്തിയാക്കിയത് എന്ന് കേട്ടപ്പോൾ അതിശയം തോന്നി. കാരണം പല പള്ളികളിലും റാസും ഇന്ന് വളരെ കൂടുതലായി ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കണം. ദേവാലയം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ദേവാലയം എന്ന് പറയുന്നത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ കണ്ടുമുട്ടുന്ന സംഗമസ്ഥാനമാണ്. ഊട്ടി ഉറപ്പിക്കുവാനും പരിചയങ്ങൾ പുതുക്കുവാനും മനുഷ്യന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടവയിൽപ്പെട്ട ആളുകൾ തമ്മിൽ അതിന് കൂട്ടായ്മയുടെ ഒരു അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യനും തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ഇപ്രകാരമുള്ള ഒരു ദേവാലയമാണ്, ബൃഹത്തായ ഒരു ദേവാലയമാണ് നിങ്ങൾക്ക് ഇത് ആരാധനയ്ക്കായി നാളെ തുറന്നു കിട്ടാൻ പോകുന്നത്. പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നതായ ശ്രേഷ്ഠ വ്യക്തികളെ, ഒരു മഹാവലിയ സാക്ഷ്യത്തിന് സാക്ഷികളാവാൻ തക്കവണ്ണം ഒരുങ്ങിവന്നിരിക്കുന്നതായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദേവാലയം അതിൻ്റെതായ സ്ഥാപന ലക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട വികാരി എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ ഇതിനോടൊപ്പമായ അധികമായ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മളെ ഈ വേദി ധന്യമാക്കിയ നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ, ശ്രേഷ്ഠ വൈദിക സമൂഹമേ, വിശിഷ്ട വ്യക്തികളെ, എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള സഭാവിശ്വാസികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ സെന്റ് സേവിയർസ് കോളേജിന്റെ മാനേജറായ അഭിമന്യ എപ്പിഫാനിയോസ് തിരുമേനിയുടെ ഒരു കൽപ്പന, കഴിഞ്ഞ വർഷം ഈ ദേവാലയം പുതുക്കി പണിയുമ്പോൾ ആരാധന മുടങ്ങാതെ സെന്റ് സേവിയർസ് കോളേജിന്റെ കെട്ടിടം വിട്ടുകൊടുക്കണം എന്നൊരു കൽപ്പന ലഭിക്കുകയും അങ്ങനെ ആ ഓഡിറ്റോറിയം വിട്ടുകൊടുക്കാനുള്ള ഒരു അവസരം സെന്റ് സേവിയർസ് കോളേജിന് ലഭിക്കുകയും ചെയ്തതിലുണ്ടായ അനുഗ്രഹം, ആ ഒരു ഓർമ്മ എന്റെ മനസ്സിനെ മതിക്കുകയാണ്. ആ ഒരു ദേവാലയം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിനും
ആ ഈശ്വര കടാക്ഷത്തിനും കൃപയ്ക്കും ഒക്കെ അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജിന് വേണ്ടി അവിടുത്തെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥിനി സമൂഹത്തിന്റെ എല്ലാവിധ ആശംസകളും നന്മകളും പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സഭയുടെ അഭിനന്ദരായ പിതാക്കന്മാരെ, വന്ദനായ റംബാച്ചൻ, വന്ദനായ വൈദിക ശ്രേഷ്ഠരെ, വേദിയിൽ ഘോഷരായിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ, ഈ ഇടവകയുടെ വികാരി, പള്ളിക്കൂദാശയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അംഗങ്ങൾ, വേദിയിൽ ഘോഷരായിരിക്കുന്ന പള്ളിയുടെ ചുമതലപ്പെട്ടവര്, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, വന്ദനായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഏവരും. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ വന്ധ്യപിതാക്കന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ കാലജേത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിരിയൻ കാതോലിക്ക ബാബായും തന്റെ നീളമുള്ള 3 വിരലുകൾ നെറ്റിയിൽ വെച്ച് ഈ മധ്യത്തിലെ പിതാക്കന്മാരോടുകൂടി ഇരിക്കേണ്ടതാണ്. കൊല്ലം ഭദ്രാസനത്തിലെ വൈദികരെയും കൊല്ലം ഭദ്രാസനത്തിലെ അംഗങ്ങളെയും വളരെയധികം സ്നേഹിച്ച ഒരു വന്ധ്യപിതാവ് അദ്ദേഹം ഇന്ന് ലോകത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വേദിയിൽ ആഗതനാകുമായിരുന്നു, സംശയമില്ല. വന്ധ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, എന്റെ ഇടവകയെ പോലെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും എന്റെ ആത്മീക വളർച്ചയിൽ നാഴികക്കല്ലായി മാറുകയും ചെയ്ത ഈ ഇടവകയുടെ പുനർനിർമ്മിക്കപ്പെട്ട ദേവാലയത്തിന്റെ കൂദാശയ്ക്ക് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. അടുത്തതായി ശ്രീ അടൂർ മോഹൻദാസ്, ഏറത്ത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. ബഹുമാന്യനായ സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോൺ ജോസ് സാർ അവർ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ക്ലിവേൽ മർത്തശ്മതി ഓർത്തഡോക്സ് ചർച്ചിന്റെ ദേവാലയ കൂദാശയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിന് സാക്ഷി വഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ കൊണ്ടും സമയം കൊണ്ടും തന്റെ ജീവിതത്തിന് സമർപ്പിച്ച കല്ലുംപുറത്ത് ശ്രീമാൻ ബാബുവിന് അഭിമന്യ പിതാവ് ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നു. ഇടവകയുടെ നിർമ്മാണത്തിന്റെ ജനറൽ കൺവീനറായ നമ്മുടെയൊക്കെയും അഭിമാനമായ ഡോക്ടർ തോമസ് മുതലാളി കല്ലുംപുറത്ത് മേടയിൽ അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നു. ഈ ദേവാലയത്തിന്റെ ഊടും പാവും നെയ്ത് ഇത് നിർമ്മിക്കുവാനായിട്ട് മനസ്സും ശരീരവും അർപ്പിച്ച എഞ്ചിനീയർ ശ്രീമൻ ഡി പാറ്റി സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അഭിമന്യ സക്കറിയ മാർ അന്തോണിയോസ് തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമാൻ കുര്യനുള്ള ഉപകാരവും അഭിമന്യ പിതാവ് കൊണ്ട് സമർപ്പിക്കുന്നു. ഈ ദേവാലയ നിർമ്മാണത്തിന്റെ കോൺട്രാക്ടറായി സേവനമനുഷ്ഠിച്ച ശ്രീമാൻ പോൾ ദാസിനുള്ള ഉപകാരം അഭിമന്യ തിരുമനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു. അഭിമന്യ പിതാവിന്റെ പക്കൽ നിന്നും ശ്രീമാൻ കുര്യൻ ഉപകാരം ഏറ്റുവാങ്ങുന്നു. ഈ ദേവാലയത്തിന്റെ കോൺട്രാക്ടറായ ശ്രീമാൻ പോൾ ദാസ്. ഒരുപക്ഷെ നാം ചിന്തിച്ചു പോയേക്കാം, ട്രസ്റ്റിക്കും ജനറൽ കൺവീനറിനും എഞ്ചിനീയറിനും കോൺട്രാക്ടറിനും ഒക്കെ ഉപകാരം അർപ്പിച്ചു എങ്കിലും 6 വർഷങ്ങളായി ഈ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ച് രാവും പകലും ഈ ദേവാലയത്തിന്റെ കല്ലും മണ്ണും മുകളിലോട്ട് വരുന്നത് കണ്ട് ആനന്ദിക്കുകയും ഈ ദേവാലയത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുകയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ശ്രേഷ്ഠരിൽ പ്രഥമ സ്ഥാനത്തേക്ക് ദൈവത്താൽ ഉയർത്തപ്പെടുകയും ചെയ്ത സന്യാസി ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട ഇടവക വികാരിക്ക് ഇപ്പോൾ അഭിമന്യ തിരുമനസിന്റെ ആശീർവാദത്താലും അനുവാദത്താലും
ഉപകാരം സമർപ്പിക്കും. എല്ലാവരും ഇടവകങ്ങളും അല്ലാത്തവരുമായ എല്ലാവരും ഈ നല്ല പ്രവർത്തനത്തെ ശ്ലാഘിച്ചുകൊണ്ട് കൈകൾ കൊട്ടി അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. നമ്മുടെ അഭിമാനമായ ഈ ദേവാലയത്തിന്റെ, ഈ നാടിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായ ബഹുമാനപ്പെട്ട നാം വളരെ സ്നേഹത്തോടെ ബാബുവച്ചൻ എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഡി മാത്യൂസ് അച്ഛന് ഈ ഇടവകയുടെ ദേശത്തിന്റെ ദേശക്കാരുടെ എല്ലാ ഉപകാരവും അർപ്പിക്കുന്നു. ഇപ്പോൾ അഭിമന്യ പിതാവിന്റെ അനുവാദത്തോടെ ജനറൽ കൺവീനർ ഒരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ്. അഭിമന്യ പിതാക്കന്മാരെ, ഇവിടെ വിശിഷ്ടാതിഥികൾ കൂടിയിരിക്കുന്നവര്, നമ്മുടെ ക്ഷണിക്കപ്പെട്ട ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവര്, നിങ്ങളെല്ലാം ഈ ആദരങ്ങൾ ചടങ്ങ് ശ്രദ്ധിച്ചു. എന്നാൽ നമ്മുടെ ഇടയുപകാരിയോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ. പിള്ളേര് പോക്കറ്റിൽ പൈസ ഉണ്ടാവും, നോക്കുമ്പോൾ 2 മുട്ടായി, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ എപ്പോഴും 2 മുട്ടായി കരുതിയിരിക്കാതെ. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തശ്മനിയമ്മയോടുള്ള വിശ്വാസവും അതിലുപരി ഈ ഇടഭാഗങ്ങളോടുള്ള ആ ഒരു അചഞ്ചലമായ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ നയിച്ചു. അദ്ദേഹം നയിച്ച പാതയിൽ കൂടി ഞങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ, അതിൻ്റെ അകത്ത് ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല, അദ്ദേഹത്തിന് ഒറ്റ സ്വരത്തിൽ ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നു. പിന്നെ ഒരു പോരായ്മ ഞങ്ങൾ നോക്കി. പലപ്പോഴും ഞങ്ങൾ വിളിക്കുമ്പോൾ അദ്ദേഹം പറയും, സാറേ ഞാൻ ഡോക്ടറെ ഞാൻ വർക്ക്ഷോപ്പിലാണ്, എൻ്റെ ബൈക്ക് ഒന്ന് കേടായിപ്പോയി. അപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും മിച്ചം വരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന് ബൈക്ക് മേടിക്കാനുള്ള ഒരു ചെറിയ ഞങ്ങളുടെ ഉപകാരമാണ്. അത് സ്വീകരിച്ചതിലുള്ള നന്ദിയും അത് കൊടുത്തതിൽ ഞങ്ങളുടെ അഭിമന്യ പിതാവിനോടുള്ള പ്രത്യേക നന്ദിയും നിങ്ങളെ വൈദിക ശ്രേഷ്ഠരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം. 1930 കാലഘട്ടത്തിൽ പാണൂരിൽ കൊച്ചി മാത്യു എന്ന് വിളിക്കപ്പെടുന്ന മാത്യു മുതലാളി ദേവാലയം ഇല്ലാതിരുന്ന ഈ സ്ഥലത്ത് ഒരു ദേവാലയ നിർമ്മാണത്തിനായി 1 ഏക്കർ സ്ഥലം ദാനമായി നൽകുകയും ചെറിയൊരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ 2-3 പ്രാവശ്യം പുതുക്കിപ്പണിതുവെങ്കിലും സ്ഥലപരിമിതി മൂലം പുതിയൊരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. 2004 ജനുവരി 26-ാം തീയതി പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം മലങ്കരയുടെ സൂര്യദേശായിരുന്ന കാലം ചെയ്ത പരിശുദ്ധ മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബായുടെ കൊല്ലം ഭദ്രാസനാഗ്ലൻ അഭിവന്ധ്യ മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനി, അഭിവന്ധ്യ റെപ്പാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠന്മാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ കാർമ്മികത്വത്തിൽ നടത്തി. സർവശക്തനായ ദൈവത്തിന്റെ കരുണയാലും ഇടവാങ്ങുന്നതിന്റെ സ്നേഹനിധികളായ നാട്ടുകാരുടെ പ്രാർത്ഥനാപൂർവമായ സഹായത്താലും വികാരിയായ മാത്യു അച്ഛന്റെ പ്രാർത്ഥനയാലും 2.5 വർഷം കൊണ്ട് ഈ ദേവാലയം പണിതെടുക്കുവാൻ സാധിച്ചു. ഈ ദേവാലയത്തിൽ തറക്കല്ലിട്ട ഞങ്ങളുടെ എല്ലാമായിരുന്ന പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം അദർശ്യമായി നമ്മോടുകൂടെയും നമ്മുടെ ഈ പ്രയത്നത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിമന്യ പിതാവിന്റെ തൃപാദങ്ങൾ ഈയിടെയുടെ 1000 ബാഷ്പാഞ്ജലികൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ദേവാലയത്തിന്റെ കുദാശയോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച നമ്മെ അനുഗ്രഹിച്ച കൊല്ലം ഭദ്രാസനാധിപൻ അഭിവന്ധ്യ എപ്പിഫാനിയോസ് തിരുമേനിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. എല്ലാ മാസത്തിൽ 1-2 തവണയും ദേവാലയത്തിന്റെ പണി എത്രത്തോളമായി എന്ന് അന്വേഷിക്കുന്ന നമ്മെ അത്രയധികം സ്നേഹിക്കുകയും നമ്മുടെ പണിയോട് അത്രയും ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്ന തിരുമേനിയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഈ ഇടയുടെ നാമത്തിൽ അർപ്പിക്കുന്നു. നമ്മുടെ ഈ ദേവാലയത്തിന്റെ പൊതുസമ്മേളനത്തിൽ വളരെയധികം ത്യാഗം സഹിച്ച് ഇവിടെ വന്ന് നമ്മെ അനുഗ്രഹിച്ച കടനാട് ഈസ്റ്റ് മെത്രാപ്പൊലീത്ത അഭിവന്ധ്യ ഡോക്ടർമാർ അത്താനിയോസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഇടവയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു. കടനാട് വെസ്റ്റ് മെത്രാപ്പൊലീത്ത അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനിയുടെ സന്നിഹിതനായി നമുക്ക് വേണ്ട ദൂതകൾ തമ്മിൽ അദ്ദേഹത്തിലുള്ള നന്ദിയും സ്നേഹവും ഇവരുടെ നാമത്തിൽ സമർപ്പിക്കുന്നു. കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ധ്യ സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി, അദ്ദേഹത്തെ നമുക്ക് പരിചിതനാണ്. നമ്മുടെ ഭദ്രാസന ഓഫീസിന്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എല്ലാവർക്കും പരിചിതനാണ്. നമ്മെ വളരെയധികം സ്നേഹിക്കുകയും നമ്മെ അനുഗ്രഹിക്കുന്നതിനായി കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ട ദൂതകൾ തന്ന് അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുള്ള സന്നിഹിതനായി നമ്മയുടെ എല്ലാ കാര്യങ്ങളും സജീവമായി പങ്കുകൊള്ളി നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അക്ഷരം പ്രവർത്തിച്ച നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രസുരേന്ദ്ര തിരുമേനിയോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ ഇടവയുടെ നാമത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട
പ്രവർത്തിക്കുകയും അതിന്റെ ഫലം ഈ നാട്ടുകാർ നന്ദിയോടെ അനുഭവിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈടവീട് നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അടൂർ പ്രകാശ്, നമ്മുടെ MLA, ഗോന്നി MLA, പ്രിയങ്കനായ ബാബു ഈ ഗ്രാമത്തിന്റെ മകനും ഈ പള്ളിമുറ്റത്തോടെ നടന്ന് കളിച്ച് പഠിച്ച് മന്ത്രി വരെയായ നമ്മുടെ നാടിന്റെ ഈ പള്ളിയുടെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹത്തിലുള്ള കടപ്പാട് നന്ദി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനി അപ്പനേക്ക് ശാന്തകുമാരി ഇവിടെ വരാമെന്ന് കേൾക്കുകയും ഏതോ കാരണത്താൽ വരാൻ ഒക്കുകയും ചെയ്തില്ല. അഭിനയിച്ച് ശാന്തകുമാരിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഏറെ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമത്തറകൻ ആർക്കും അറിയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മെ സഹായിക്കുകയും വേണ്ട ഉപദേശങ്ങൾ തരികയും ഇതിന് നിർമ്മാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുകയും ചെയ്ത ഈ ദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദേവാലയത്തിന്റെ മുൻവശത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും കാണുന്ന റോഡ് പൂർത്തീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തരകൻ നമ്മളുള്ള ഇടവയുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. മറിയമ്മ തരകയുടെ നാമത്തിൽ 1000 നന്ദി അർപ്പിക്കുന്നു. KT വർഗീസ് നമ്മുടെ മദ്രാസ് വൈദിക സെക്രട്ടറിയാണ്. ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ട ദൂതുകൾ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇവരുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ PG അലക്സാണ്ടർ ഇന്നിവിടെ വരാമെന്ന് ഏറ്റിരുന്നെങ്കിലും അദ്ദേഹം ഇന്നലെ ഇവിടെ വരികയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈടവയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഫാദർ ML തോമസ് നമ്മുടെ അടുത്ത ദേവാലയമായ സെന്റ് മേരീസ് ചർച്ചിലെ വികാരിയാണ്. നമ്മുടെ ദേവാലയത്തിന് പണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന അദ്ദേഹം എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രാർത്ഥനയോടും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് മാത്രമല്ല ആഴ്വയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ഇടവയുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ജോക്കലിലൂടെ സെന്റ് ജോൺസ് മലക്കര കത്തോലിക്ക ചർച്ച് വികാരി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ആ ദേവാലയത്തിന്റെ കുരിശടിയിൽ നിന്നാണ് നമ്മുടെ റാലി ആരംഭിച്ചത്. അച്ഛനോട് അവിടെ വേണ്ട എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു. സൽക്കാരങ്ങൾ നടത്തി അച്ഛൻ ഇടവജനങ്ങൾക്കും കൂടി ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഇടവയുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഫാദർ എബ്രഹാം മാത്യു നമ്മുടെ തൊട്ടടുത്ത മർത്തോമാ ചർച്ചിലെ വികാരിയാണ്. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. പക്ഷെ എന്തോ ആവശ്യത്തിനായി അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനും ആ ഇടവങ്ങളോടും ഈ ഇടവയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഫാദർ ജോയിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ നാടിന്റെ അഭിമാന തിലകമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷകരിൽ അഗ്രഗണ്യനായ അദ്ദേഹം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഉപദേശങ്ങൾ തന്നു നമ്മെ സഹായിച്ചു. അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. എത്ര പ്രാവശ്യം ഈ പള്ളിയിൽ വന്ന് ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതിന് പ്രകാരം വേണമെന്ന് പറഞ്ഞെന്ന് ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ ഇടവിടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. റവറൻഡ് ഫാദർ മാത്യു പി ജോർജ് നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനാണ്. കല്ലിടാൻ നമ്മുടെ വലിയ തിരുവേനിയുടെ കൂടെ വന്ന അച്ഛനാണ്. ഈ ഇടവയുടെ ബന്ധുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല. അച്ഛനോട് ഈ ഇടവയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഫാദർ കുര്യൻ പാടുവേൽ നമ്മുടെ ഇടവാംഗമാണ്. നമ്മുടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് നമ്മെ അതുവഴി സഹായിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അദ്ദേഹത്തിന് ഈ ഇടവയുടെ നാമത്തെ പ്രത്യേകം സ്നേഹം നന്ദി അറിയിക്കുന്നു. അടൂർ മോഹൻദാസ് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഏറെ പഞ്ചായത്തിലും ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. അല്ലെങ്കിൽ ഈ പള്ളിക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്മരിക്കുന്നു. ഇടവയുടെ നന്ദി അറിയിക്കുന്നു. പ്രൊഫസർ ജോൺ ജോർജ് സെന്റ് സർവീസ് കോളേജ് പ്രിൻസിപ്പളാണ്. നമ്മുടെ പഴയ ദേവാലയം പൊളിച്ചപ്പോൾ നമുക്ക് ആരാധനയ്ക്കായി വളരെ സന്തോഷത്തോടെ കോളേജിന്റെ ഒരു കെട്ടിടം ആരാധനയ്ക്കായി ഒഴിഞ്ഞു തരികയും ഈ ഇടവയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. പ്രൊഫസർ ബഹുമാനപ്പെട്ട വികാരി മാത്യു സച്ചൻ അല്ലെങ്കിൽ നമ്മുടെ ബാബു അച്ഛൻ, അദ്ദേഹത്തിന്റെ വിശ്രമമില്ലാത്ത പരിശ്രമത്തിന്റെ ഫലമാണ് ഈ മനോഹരമായ ദേവാലയം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഫലമായി ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ദാനമാണ് ഈ മനോഹരമായ ദേവാലയം. അദ്ദേഹം അത് പണിയിച്ച് ഇത് തിരുവയിൽ മർദ്ദിച്ചുകൂടി ഇടവേലി അംഗങ്ങൾക്കായി തരികയാണ് ചെയ്തത്. ഈ ദേവാലയം ബഹുമാനപ്പെട്ട അച്ഛനെ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഈ ദേവാലയം പണിതു തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് തന്നെ ഈ അവസരത്തിൽ ദേവാലയം പണിയുന്ന ഈ സമയത്ത്
അഭിവന്യ എപ്പിപ്പാനീസ് സെലീനയോട് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ആവശ്യമാണ്. മാധ്യമ പ്രവർത്തനങ്ങള്, ഫോട്ടോ, വീഡിയോ, സപ്ലിമെന്റ്, ദീപശിഖ, ഘോഷയാത്ര, പ്രോഗ്രാം, ഫിനാൻസ്, സുവനീർ, റിസപ്ഷന്, ട്രാൻസ്പോർട്ടിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നടത്തിയവരുടെയും അതിനുവേണ്ടി പ്രവർത്തിച്ചതിനെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും 100 മടങ്ങ് കാലം സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും നമ്മുടെ കാവൽ മാതാവായ മാതാശിമാനിയമ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിച്ചുകൊണ്ട് എന്റെ കർത്തത്തിൽ നിന്നും വിരമിച്ചു കൊള്ളട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രമകമേയും ഇസ്രായേൽമാവന്റെ സംബന്ധവും സഹവാസവും നമ്മളോട് എന്നീ സമൂഹത്തിൽ വേണ്ടി വിശ്വാസികളായ പലർക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. No.